Hello friends, അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് പോസ്റ്റ്പേനെ കുറിച്ചാണ്. പോസ്റ്റ്പേ കാർഡ്. അപ്പോൾ ഞാൻ നമ്മുടെ പോസ്റ്റ്പേ കാർഡ് ഞാൻ എടുത്തുതരാം. അപ്പോൾ എനിക്ക് ആക്ച്വലി നമുക്ക് പോസ്റ്റ്പേ നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഡിസംബർ 1-ാം തീയതി തൊട്ട് ബൈനോ പേ ലെറ്റർ കാർഡുകളൊക്കെ ഫുൾ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി അവർ പോസ്റ്റ്പേ ഫ്ലക്സ് എന്നൊരു സംഭവം എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു പ്രീപെയ്ഡ് കാർഡാണ്. പക്ഷേ അവർ വേറൊരു 3 സെപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ്, ഒരു 3 സെപ്പറേറ്റ് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതിൽ ഒരെണ്ണം ക്രെഡിറ്റ് കാർഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു വെരിഫിക്കേഷൻ ഒരു എന്താ പറയുക ഡേറ്റോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആക്ച്വലി നമ്മളൊന്ന് പറയാൻ വന്നത് പോസ്റ്റ്പേ നമുക്ക് നല്ലൊരു പണി തന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആക്ച്വലി ഇന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാലത്ത് ഞാൻ ആക്ച്വലി ഇന്നാണ് നമ്മുടെ ബിൽ ജനറേഷൻ ഡേറ്റ് ആവുന്നത്. എല്ലാ മാസം 1-ാം തീയതിയാണ് നമുക്ക് പോസ്റ്റ്പേ ബില്ല് വരിക. അപ്പോൾ ഞാനിവിടെ സൈഡിൽ കാണിക്കാം, നിങ്ങളത് നോക്കി നോക്കുക. എനിക്ക് ഓൾറെഡി ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയിരുന്നത് 20,000 ആണ്. നമ്മുടെ പോസ്റ്റ്പേ കാർഡാണ് ഈ കാണുന്നത്. അപ്പോൾ 20,000 നമുക്ക് ലിമിറ്റ് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. ചെറിയൊരു 1% ചാർജ് കൊടുത്തിട്ടാണ് ഈസി ആയിട്ട് നമ്മുടെ പോസ്റ്റ്പെയ്ഡ് ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസമാണ് ഞാനൊരു 6,000-7,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ ഇന്ന് ശരിക്കും ആക്ച്വലി പോസ്റ്റ്പെയ്ഡ് എന്ന സംഭവം എന്താ വെച്ചാൽ നമുക്ക് ടോട്ടൽ ബില്ല് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അടയ്ക്കാം. പക്ഷേ ഡിസംബർ 1-ന് ശേഷം ഇപ്പോൾ ഇന്ന് ബില്ല് വന്നിരിക്കുന്നത് അവർ ലെൻഡിങ് പാർട്ട്നേഴ്സ് മാറ്റുകയാണ്. അതുകൊണ്ട് നമ്മൾ ഫുൾ ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞൊരു വലിയൊരു പണി തന്നിട്ടുണ്ട്. അതായത് ഒരു 9,000 സംതിങ് ഒറ്റയ്ക്ക് അടിക്കണമെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് മോസ്റ്റ്ലി എല്ലാവർക്കും ഞാൻ കുറച്ച് പേർക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ പോസ്റ്റ്പേയിൽ പെൻഡിങ് ഡ്യൂ എമൗണ്ട് ഉള്ളവർക്ക് മോസ്റ്റ്ലി ഒരു 90% ആൾക്കാർക്കും ഈ ഇങ്ങനത്തെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഫുൾ ബില്ല് പേ ചെയ്യണം. അതായത് എന്നിട്ട് വേണം നമുക്ക് പുതിയ ലെൻഡിങ് പാർട്ട്ണറായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി വേറെ ക്രെഡിറ്റ് ലിമിറ്റ് ക്രെഡിറ്റ് ലൈനിൽ തരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു മെസ്സേജ് ഞങ്ങളോട് ഇടുന്നുണ്ട്, മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഓൾറെഡി എൻ്റെ ലെൻഡിങ് പാർട്ണർ എന്ത് ക്യാംഡല്ലോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ അതിൽ നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. ഇപ്പം നമ്മൾ വേറൊരു ലെൻഡിങ് പാർട്ണർ അല്ല, 2 RBI അപ്രൂവ്ഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വേറൊരു ലെൻഡിങ് പാർട്ണർ കൂടി നമുക്ക് ലോൺ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ സിബിലിൽ ഒരെണ്ണം ക്ലോസ് ആവാൻ എന്തായാലും ക്ലോസ് ആവാൻ ഒരു 2-3 മാസം എടുക്കും. അത് കഴിഞ്ഞ് വേറൊരു പേഴ്സണൽ ലോൺ കഴിഞ്ഞ് വേറെ സെപ്പറേറ്റ് കഴിഞ്ഞ് കാണിക്കും. അപ്പോൾ അത് ആക്ച്വലി നല്ല ഒരു എന്താ വെച്ചാൽ ലോൺ എമൗണ്ട് കൂടുമ്പോൾ നമ്മുടെ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് പോസ്റ്റ്പെയ്ഡ് സൈഡിൽ നിന്ന് ഭയങ്കര ബോറ് പരിപാടിയാണ്. ഞാൻ ആക്ച്വലി അവരെ കോൺടാക്റ്റും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഒരു കറക്റ്റ് ആൻസർ സൊല്യൂഷൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്പേ നമ്മളെ ലാസ്റ്റായിട്ടാണ് ബൈനോ പേ ലെറ്റർ കാർഡ് ഉപയോഗിക്കുന്നത്, പോസ്റ്റ്പേ ആയിരുന്നു. ഇപ്പോൾ അതും ക്ലോസ് ചെയ്യാൻ പോകണം നമ്മൾ. എന്താ വെച്ചാൽ ഇത് ഇനി വേസ്റ്റ് ആവാനേ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ RBIയുടെ ബാനിന് ശേഷം എല്ലാ ബൈനോ പേ ലെറ്റർ കാർഡും നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോസ്റ്റ്പേ ഒരു ഭാരത് പേൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ നോർമലി കാർഡ് ഒരു അപ്ഗ്രേഡിലേക്ക് മാറ്റും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പോസ്റ്റ്പേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ സാധനം പ്രീപെയ്ഡ് കാർഡാണ്. അതൊരു വേസ്റ്റ് പരിപാടിയാണ്. ഒരു വേസ്റ്റ് പരിപാടിയാണ്. ശരിക്കും കണ്ണിൽ പൊടിയിട്ടിട്ട് പറ്റിക്കുന്ന ഒരു പരിപാടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് ലോൺ വന്നിട്ട് നമുക്ക് ആ ലോൺ എമൗണ്ട് വേണമെങ്കിൽ കാർഡിലേക്ക് ഇടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ള പരിപാടിയല്ല. അത് സ്ലൈസും എല്ലാം അത് അതേ സംഭവം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. യൂണിക് കാർഡ് മാത്രം അവർ ഡയറക്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേസിപേ ആയാലും നിങ്ങൾ ലേസിപേയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ലേസിപേ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എൻറോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും RBI ലേസിപേ ക്രെഡിറ്റ് കാർഡിലേക്ക്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻറോൾ ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യാം. ഞാൻ ആക്ച്വലി ചെയ്യുന്നതിന് ഓൾറെഡി അതിൽ RBIയുടെ കാർഡ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് പോസ്റ്റ്പേ ബോറായിപ്പോയി പോസ്റ്റ്പേ. ഞാൻ ആക്ച്വലി ഇവർക്ക് മെസ്സേജ് അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു തന്നു, നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ നോർമൽ പോലെ പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് പോസ്റ്റ്പേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബില്ല് വന്നാൽ നമുക്കത് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 6 മാസത്തിനോ 3 മാസം 4 മാസം 5 മാസം 6 മാസം ഇങ്ങനെ EMI ആയിട്ട് അടയ്ക്കുകയും ചെയ്യായിരുന്നു. അതായിരുന്നു പോസ്റ്റ്പേയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്, നമ്മുടെ ക്രെഡിറ്റ് കാർഡിലൊക്കെ കിട്ടുന്ന ഫീച്ചർ പോലെ. അത് ആക്ച്വലി ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അറിയിപ്പില്ലാണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫുൾ ഡ്യൂ എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നൊക്കെയാണ്, അതും ബില്ല് ജനറേറ്റ് ആയിട്ട്. അപ്പോൾ അത് ശരിക്കും അപ്പോൾ ഹൈ എമൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര പണിയായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ഫുൾ ബില്ല് അടയ്ക്കാണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവില്ല. ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ പേജിലേക്ക് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ബോറ് പറയണം. ഒന്നെങ്കിൽ ഒരു മുമ്പേ അറിയിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാണ്ട് ഫസ്റ്റ് ബിൽ ജനറേഷൻ ഡേറ്റിന് വന്നിട്ട് നമ്മൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കാണിക്കുന്നത്. അത് ഇവിടുത്തെ പരിപാടിയാണ്. ഞാൻ ആക്ച്വലി RBIയിലേക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ നോക്കിയതാണ്. അപ്പോൾ അവർ ആക്ച്വലി റിപ്ലൈ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നോർമൽ നമുക്ക് പണ്ടുണ്ടാകുന്ന അതേ ഫീച്ചർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഒരു ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നോർമൽ പോലെ 3, 4, 5, 6 EMI ഫീച്ചർ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ആപ്പിലേക്ക് പോകുമ്പോൾ കിട്ടുന്നില്ല. നമുക്ക് ഈ ലിങ്കിൽ കൂടെ മാത്രമേ പോകുമ്പോഴേ കിട്ടുന്നുള്ളൂ. അതൊക്കെ നോക്കുമ്പോൾ ഞാനത് EMI കൺവേർട്ടും ചെയ്യുന്നില്ല, ഫുൾ ക്ലോസ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ പോസ്റ്റ് പേ ടാറ്റ ബൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ബൈ നോ പേ ലേറ്റർ കാർഡ് ഫുള്ള് ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് പേ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് പോസ്റ്റ് പേ യൂസേഴ്സ് ഉണ്ടായിരുന്നു. എന്താ പറയുക ഭാരത് പേയുടെ ഒരു ബ്രാൻഡ് ആയിരുന്നു. അപ്പോൾ അത് ഒരു വിശ്വാസമുള്ള സംഭവമായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ മോസ്റ്റ്ലി ഒരു 99% ആൾക്കാർക്ക് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഫുൾ അടയ്ക്കാൻ പറഞ്ഞാൽ അതും ചിലർക്ക് ഇപ്പോൾ 30,000 ഡ്യൂടെ എമൗണ്ടുള്ള പെട്ടെന്ന് അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1 ബോർ പരിപാടിയായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ലെൻഡിങ് പാർട്ണർ എടുത്താലും ഇതുപോലെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ അടയ്ക്കാൻ പറഞ്ഞാലോ. അപ്പോൾ ഒരു എന്താ പറയുക ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ന്യൂസ് ഒന്ന് അറിയിക്കാനാണ് നമ്മൾ ആക്ച്വലി വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് പേയിൽ ഇതുപോലെ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.